ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുസ്ലിം. ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ എങ്ങനെ നമുക്ക് നമ്മുടെ CV അതായത് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. AI resume.ai എന്നുള്ള ടൂളൊക്കെ ഉണ്ട്. പക്ഷേ ചില ആപ്ലിക്കേഷനിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ പേയ്മെൻറ്റ് വേണ്ടി വരും. ക്യാൻവ എന്നുള്ള ഈ ആപ്പ് നമുക്ക് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഈ ക്യാൻവ എന്നുള്ള ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഹോം പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരാം. അവിടെ നമുക്ക് കാണാം റെസ്യൂം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇനി അഥവാ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റെസ്യൂം ഫോർ ടീച്ചർ എന്നത് മേലെ സെർച്ച് ബട്ടൺ അവിടെ ടൈപ്പ് ചെയ്തെടുക്കാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഒരുപാട് മോഡൽസ് അതായത് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ട് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കാണാം, മോഡൽസ് കാണാം, ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇവിടെ. അതിൽ ഒന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് എവിടെയാണോ എഡിറ്റ് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, എഡിറ്റ് ചെയ്യാനൊക്കെ അവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് അങ്ങനെ നമുക്ക് കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, അവരെ ഇമെയിൽ ID, ലിങ്ക്ഡിൻ്റെ ഇത്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് വളരെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ. മുകളിൽ കൊടുത്തത് അവരുടെ പേരാണ്, പിന്നെ സ്കൂൾ ടീച്ചർ. നിങ്ങളത് എന്താണോ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സൈക്കോളജി സൈക്കോളജിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇതേ മെൻഷൻ ചെയ്യാം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണാം നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് അബൌട്ട് അവർ സെൽഫ്, അബൌട്ട് മീ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ CV തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏറ്റവും ബ്രീഫായിട്ട്, അതായത് സിമ്പിളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, ആ ഒരു CV നോക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നാം എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്. അത് നമ്മളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയരുത്, നമുക്ക് ബ്രീഫായിട്ട് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് എന്താണ് വേണ്ടത്, അതായത് നമ്മൾ എന്ത് ജോബാണ് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണം, ആ ഒറ്റ CV ഒരു നോട്ടത്തിലൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അബൌട്ട് മീ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ മോണ്ടിസോറി കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ പിന്നെ ഐ ഹാവ് കംപ്ലീറ്റഡ് മോണ്ടിസോറി ഫ്രം നെസ്യറ്റ് കോൺസ്റ്റന്റ്, അങ്ങനെ ഏത് ഇയർ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന്. പിന്നെ നിങ്ങൾ അസിസ്റ്റന്റ് ടീച്ചറാണോ അല്ലെങ്കിൽ ടീച്ചർ വേക്കൻസിയിലേക്കാണോ, എന്താണ് നിങ്ങൾ ആവശ്യം, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. ഇനി ഇതെല്ലാം മതി. ഇപ്പം ഓവർ 12 years ഓഫ് ടീച്ചിങ് K2 സ്കൂൾ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഡിലീറ്റ് ബട്ടൺ കാണാം. ഇനി ഡിലീറ്റ് അടിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതവിടെ അതിനനുസരിച്ച് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി വർക്ക് എക്സ്പീരിയൻസിൻ്റെ അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ സ്കൂളാണ് ഇവിടെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സ്കില്ല് ലെസൺ പ്ലാന്, നിങ്ങളൊരു CV തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ടെന്നും പിന്നെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഏതൊക്കെ ഇയറിലാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഏതാ ഇയർ എന്നത് ജസ്റ്റ് എഴുതി വെക്കുക. അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഏത് സ്കൂളാണ് ഏതാ ഇയർ എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക അവിടെ
നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സി വി തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ എഡിറ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം 3 ഡോട്ട്, ക്ലിക്ക്, കോപ്പി. അപ്പോൾ ആ ഡിലീറ്റിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ നമുക്ക് കാണാം ഡിലീറ്റ് ഇമേജ് ആണോ വേണ്ടത്, ഇവിടെ കാണാം ഡിലീറ്റ് ഇമേജ് ആണോ വേണ്ടത്, ഡിലീറ്റ് ഫ്രെയിം ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നു. നമുക്ക് ഡിലീറ്റ് ഇമേജ് മതി. ഇനി നിങ്ങളുടെ ഇമേജ് അവിടെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ കാണാം ഡിസൈന്, എലമെന്റ്, ടെക്സ്റ്റ്, ഗാലറി, അങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണാം. അതിൽ ഗാലറിയിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഗാലറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വരും. അതിൽ നിങ്ങളുടെ ഫോട്ടോ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. സെലക്ട് അടിക്കാം. ആഡ് ടു പേജ് എന്നുള്ളത് ഇവിടെ കാണാം. ആഡ് ടു പേജ്, അതിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കാം. ഇപ്പം ഇത് ഒരുപാട് വലുതായിട്ട് വേണം. അപ്പം നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ഈ കോർണറിൽ കാണുന്ന ഈ ബട്ടൻ്റെ അവിടെ ഫിംഗർ വെക്കുക. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇതുണ്ട്. അതിൻ്റെ സൈസ് ചെറുതായി വന്നു. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ മിഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് അതിനെ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക, മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ നമുക്ക് വേണ്ട എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം എവിടെയാണ് എഡിറ്റ് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ മുകളിൽ കാണുന്നുണ്ട് ഇത് നമുക്ക് നമ്മളിതിലേക്ക് സേവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. ഇനി നമുക്ക് മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ മെയിലേക്ക് അയക്കാൻ വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയർ ലിങ്ക് ഡൗൺലോഡ് വേണോ, ഇമെയിലായിട്ട് അയക്കുക വേണോ, വാട്സപ്പ് ആണോ, ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വാട്സപ്പ് അടിക്കാം. ഇത് കംപ്ലീറ്റ് ആകുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂ എഡിറ്റിംഗ് നിന്നു. ഞാൻ വാട്സപ്പിലേക്ക് ഷെയർ കൊടുത്തുകൊണ്ട് എൻ്റെ വാട്സപ്പിലേക്കാണ് ഇത്. വാട്സപ്പിൽ ഖദീജ അതിനെ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ഇപ്പം ഞാൻ ചെയ്ത സി വി എനിക്ക് എന്തായി എന്നെനിക്ക് സാധാ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പോലെ നമുക്കിത് പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇനി ഇവിടെ പേര് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. നിങ്ങൾ വീണ്ടും നിങ്ങൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കാണാം. അവിടെ ബാക്ക് അടിക്കുക, ക്യാൻവ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ചെയ്ത് വെച്ചത് അവിടെ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, ഒന്നുകൂടി ജസ്റ്റ് ടച്ച് ചെയ്യാം. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ മുസ്ലിം നമുക്ക് വേണ്ട പേരും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ മുകളിലായിട്ട് നമുക്ക് ചെയ്യണം. ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഫോണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് സൈസ് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേര് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.